മനോജ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അൾജീരിയ അർജൻറ്റീന മത്സരം കണ്ടു കാണുമല്ലോ. കളിയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. 3 ഗോളുകൾ മെസ്സി നേടുകയും റെക്കോർഡുകളുടെ പെരുമഴ തീർക്കുകയും ചെയ്ത ഒരു മത്സരമായിരുന്നു ഇത്. ഫുട്ബോളിൻ്റെ മിശിക എന്നറിയപ്പെടുന്ന മെസ്സിയുടെ ഒരു വിളയാട്ടം തന്നെയായിരുന്നു ഇന്നത്തെ കളി. നമുക്കറിയാവുന്നതുപോലെ അൾജീരിയ ആഫ്രിക്കൻ ശക്തിയായ ഒരു ടീമാണ്. മെഹ്റസിനെ പോലുള്ള ഒരുപാട് കളിക്കാർ അതിലുണ്ടെങ്കിലും അവർക്കൊരു ഫിനിഷിംഗ് നടത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത്. അർജൻറ്റീനയാകട്ടെ മികച്ച രീതിയിൽ അവരുടെ പ്രതിരോധവും മധ്യനിരയുമൊക്കെ കളിച്ചു. എന്നാൽ ഇനി അടുത്ത മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ അർജൻറ്റീന ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെസ്സിയെ കൂടാതെ മറ്റ് കളിക്കാർ, ഇപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ്, ജൂലിയൻ അൽവാരസ്, അങ്ങനെയുള്ള കളിക്കാരൊക്കെ തന്നെ സ്ട്രൈക്ക് എടുത്തുകൊണ്ട് ഗോൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശകലനം പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, സ്കലോണി ശ്രദ്ധിച്ചത് ബോൾ അധികം കൈവശം വെക്കാതെ കിട്ടുന്ന അവസരങ്ങളിൽ പാസ് നൽകി ഗോളടിച്ച് കയറ്റുക എന്നുള്ള തന്ത്രമാണ് സ്കലോണി പയറ്റിയത്. കാരണം അദ്ദേഹത്തിന് അറിയാം 2022 ലോകകപ്പിൽ ആദ്യത്തെ മത്സരത്തിൽ സൗദി അറേബ്യയോട് അർജൻറ്റീന പരാജയപ്പെട്ടിരുന്നു. അവിടെ ബോൾ പൊസിഷൻ ഉണ്ടായിട്ടും കളിയിൽ പരാജയപ്പെട്ടുപോയി. ഇവിടെ അത് ആവർത്തിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം ഈ മത്സരത്തിൽ നേടിയ റെക്കോർഡുകൾ നമുക്ക് ലോകകപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സമയത്ത് അദ്ദേഹം ഗോൾ നേടിയിട്ടുണ്ട്. ഏറ്റവും പ്രായം കൂടിയ സമയത്തും അദ്ദേഹം ഗോൾ നേടി എന്നൊരു റെക്കോർഡ് അദ്ദേഹത്തിന് സ്വന്തമായി. അതുപോലെ മിറാസെ ക്ലോസയുടെ, ജർമ്മൻ സ്ട്രൈക്കറായ മിറാസെ ക്ലോസയുടെ 16 ഗോളുകൾക്കൊപ്പം അദ്ദേഹം എത്തി. ഇനി അത് മറികടക്കുക, ഇനി അടുത്ത മത്സരത്തിലൊക്കെ അത് മറികടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മധ്യനിരയിലെ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെക്കലിസ്റ്റർ, എൽസോ ഫെർണാണ്ടസ്, അതുപോലെ റോഡ്രിഗോ ഡി പോൾ, ഇവർ 3 പേരും വളരെ നന്നായിട്ട് തന്നെ പന്ത് മുന്നേറ്റ നിരയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. റോഡ്രിഗോ ഡി പോൾ ഒരു അസിസ്റ്റ് നൽകുകയും ചെയ്തു. അതുപോലെ മെക്കലിസ്റ്റർ അടിച്ച ലോങ് റേഞ്ചർ ഗോളി തടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴാണ് മെസ്സിക്ക് 2ാമത്തെ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ പ്രതിരോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യൻ റൊമേരയും അൾജീരിയൻ ആക്രമണങ്ങളെ ശക്തമായിട്ട് തടഞ്ഞിട്ടു. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഷോട്ട് പോലും അർജൻറ്റീനിയൻ പോസ്റ്റിലേക്ക് തൊടുത്തു വിടാൻ അവർക്ക് കഴിഞ്ഞതുമില്ല. മോണ്ടിയലും ഗോൺസാലോവും വളരെയധികം വിങ്ങുകളിൽ അവരുടെ റോൾ നന്നായിട്ട് നിർവഹിച്ചു.